പ്രിയപ്പെട്ട RCB ആരാധകരെ, ഈ സാല കപ്പ് നിങ്ങളുടേത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ആദ്യ ക്വാളിഫയറിൽ, അതായത് IPL ഇന്ന് നടന്ന ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ ശരിക്കും മുച്ചൂടും മുടിച്ചു, പിന്നെ പതുക്കെ അടിച്ചങ്ങു ജയിച്ചു എന്ന് വേണം പറയാൻ. അതെ, ബൗളിങ്ങിലൂടെ പഞ്ചാബിനെ തകർക്കുകയും ബാറ്റിങ്ങിലൂടെ സിമ്പിളായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്ന് വേണം തന്നെ പറയാൻ. വിരാട് കോഹ്ലി ആദ്യമേ ഔട്ടായി. ജാമിയസിന്റെ ആ ഒരു ഓവർ അടിപൊളി ഓവറായിരുന്നു. കളി കണ്ടവർക്ക് മനസ്സിലാകും. മികച്ച ഓവർ, മെയ്ഡ് ഇൻ വിക്കറ്റ്. ആ ഓവറുകളിൽ 1-2 വിക്കറ്റിനൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഓഫ് സൈഡിൽ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ഔട്ടാകുക, സ്ലിപ്പിൽ ക്യാച്ച് പോകാനൊക്കെ ചാൻസസ് ഉണ്ടായിരുന്നു. 133, 130, 135 റേഞ്ചിലേക്കാണ് അദ്ദേഹം ബോൾ എറിഞ്ഞത്. നല്ല ബൗളിംഗ് ആയിരുന്നു, നല്ല സ്വിംഗ് കിട്ടുന്നുണ്ടായിരുന്നു ബോൾ. പക്ഷെ ആ ഒരു ഓവർ ഒഴികെ ബാക്കി നോക്കിയാൽ RCB സിമ്പിളായി ലക്ഷ്യം ഭേദിച്ചു എന്ന് തന്നെ പറയണം. അതെ, ആദ്യ ടീമായി ഫൈനലിൽ കിടക്കുന്ന ആദ്യ ടീമായി മാറുകയാണ്. ഇനി എലിമിനേറ്ററിൽ പഞ്ചാബ് കിങ്സിന് ഇനിയും അവസരമുണ്ട്. എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസോ മുംബൈ ഇന്ത്യൻസോ ആയിരിക്കും അവരുടെ എതിരാളികൾ. നാളത്തെ കളി തീരുമാനിക്കും. ഏതായാലും ഈ സാല കപ്പ് വിരാട് കോഹ്ലിക്ക് തന്നെ എന്നാണ് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുന്നറിയിപ്പുമൊന്നുമില്ലാതെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചേക്കാം. കഴിയുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക. എന്നെ ചീത്ത പറഞ്ഞ് കമൻറ്റ് ചെയ്യാതിരിക്കുക ദയവായി. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ടോസ് കിട്ടുന്നു, പഞ്ചാബ് കിങ്സിനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ക്യാപ്റ്റൻ്റെ തീരുമാനം വളരെയധികം ശരിയായിരുന്ന രീതിയിലായിരുന്നു അവരുടെ RCBയുടെ ബൗളിംഗ്. രണ്ടാമത്തെ ഓവറിൽ തന്നെ യശ് ദയാൽ പഞ്ചാബ് കിങ്സിനെ പ്രഹരമേൽപ്പിക്കുന്നു, ആദ്യ വിക്കറ്റ് എടുക്കുന്നു. മൂന്നാമത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാറും വിട്ടുകൊടുക്കുന്നില്ല. ഭുവനേശ്വർ കുമാറും പ്രഭ്സിമ്രാന്റെ വിക്കറ്റ് എടുക്കുകയാണ്. നാലാമത്തെ ഓവറിൽ ഹേസൽവുഡിന്റെ ഊഴമായിരുന്നു, അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു. ഏകദേശം തകർന്നു പോവുകയാണ്, അതായത് പഞ്ചാബ് കിങ്സ് തകർന്നു പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു 6ാമത്തെ ഓവറിൽ വിക്കറ്റ് വീഴുന്നു, 7ാമത്തെ ഓവറിൽ വിക്കറ്റ് വീഴുന്നു. പിന്നെ 9ാമത്തെ ഓവറിൽ 2 വിക്കറ്റ് ഇരുന്നു. അതായത് സ്പിന്നർ സുയാ ശർമ്മയും ഹേസൽവുഡുമാണ് ഇന്ന് 3 വിക്കറ്റ് വീതം എടുത്തത്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടിയാണ് പഞ്ചാബ് കിങ്സിനെ തകർത്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ എല്ലാവരും നല്ല രീതിയിൽ ബൗൾ ചെയ്തു എന്ന് വേണം പറയാൻ. ഭുവനേശ്വർ കുമാർ 2 ഓവർ എറിഞ്ഞോളൂ, 17 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുക്കുകയുണ്ടായി. യശ് ദയാൽ 4 ഓവർ എറിഞ്ഞു, വെറും 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹവും 2 വിക്കറ്റ് എടുത്തു. 3.1 ഓവർ എറിഞ്ഞ 21 റൺസ് വിട്ടുകൊടുത്ത് ഹേസൽവുഡും 3 വിക്കറ്റ് എടുക്കുകയുണ്ടായി. സ്പിന്നർ സുയാ ശർമ്മയും 3 വിക്കറ്റ് എടുക്കുകയുണ്ടായി. കൃണാൽ പാണ്ഡ്യ 1 ഓവർ എറിഞ്ഞോളൂ, വിക്കറ്റ് ഒന്നും ലഭിച്ചില്ല, പക്ഷേ 10 റൺസ് അദ്ദേഹത്തിന് അടിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് RCBയുടെ ബാറ്റിംഗിൽ ഞാൻ പറഞ്ഞല്ലോ, കോഹ്ലിക്ക് മാത്രം ജസ്റ്റ് ഒന്ന് പിഴച്ചുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് അങ്ങനെ 14.1 ഓവറിൽ മുഴുവൻ വിക്കറ്റ് 101 റൺസിന് ഔട്ട് തീരുകയുണ്ടായി. ഏതായാലും ഈ സാല കപ്പ് നമുക്ക് തന്നെ RCB ആരാധകർക്ക് ഉച്ചത്തിൽ പറയാം,